അല്ല അപ്പൊ ഇനിയിപ്പോ അത് പോട്ടെ, നിങ്ങളിപ്പോ ഈ വെള്ളം എടുക്കണത് എങ്ങനെയാണ്? വെള്ളം കിണർ, വാട്ടർ അതോറിറ്റി അല്ല? അല്ല കിണറാണ്. പൗഡർ ഇട്ട വെള്ളം ഇല്ല. അപ്പൊ അത് പരിശോധിച്ചിട്ടുണ്ടോ ഈ വെള്ളം? ഓ അതൊക്കെ പരിശോധിച്ചു, സർട്ടിഫിക്കറ്റ് ഉണ്ട്. വേണ്ട, ചോദിച്ചാലുണ്ടെങ്കിൽ പിന്നെ അത് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് രണ്ടെണ്ണമാണ്. ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിച്ചിട്ടില്ല, കണ്ടിന്യൂസ് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ ഈ രണ്ടിന്റെയും ഒരു പരാതിയുടെ പുറത്താണ് ഇപ്പൊ ഈ കട കൂട്ടേണ്ടത്. അപ്പൊ അതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അത് നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചാണ്. അല്ല അത് അതിന്റെ മരുങ്ങ് പോലത്തെ കാര്യങ്ങൾ ചെയ്ത് ഒക്കെ പോവുകയാണെച്ചാലേ. എനിക്ക് മനസ്സിലായി, സാറ് പറഞ്ഞു വരുന്നത് മനസ്സിലായി. അപ്പൊ അത് എന്താ വെച്ചാൽ എന്റെ മരുങ്ങ് പോലെ ചെയ്താൽ ഞങ്ങൾ ഒരു ബിരിയാണി കഴിച്ചങ്ങോട്ട് പോയാൽ. അതെ, അപ്പൊ എന്താണ് ഞാൻ എന്താ ചെയ്യേണ്ടത് സാറൊന്ന് പറഞ്ഞാൽ മതി. അത് പറയാലോ, നാട്ടുകാർക്ക് എന്താ നിങ്ങളിപ്പോ മറ്റുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കഥയൊക്കെ അപ്പോ അത് വേണം, അത് വേണം. അപ്പൊ ഇതില് അങ്ങനെ ചെയ്യാച്ചാണല്ലോ. അതെ അല്ലേ? ഇത് ഗൂഗിൾ പേ വേണമെന്നില്ല, അതിപ്പോ അല്ലാണ്ട് ചെയ്യാച്ചാണല്ലോ. ഇല്ല സാറേ, ഞാൻ ഗൂഗിൾ പേ അല്ല, പൈസ എങ്ങനെ വേണമെങ്കിൽ തരാൻ കുഴപ്പമില്ല. ഞാനൊന്ന് വിളിച്ചു ചോദിച്ചോ. ആരെ വിളിക്കണേ? മിനിസ്റ്റർ. ഏത് മിനിസ്റ്റർ? നമ്മുടെ ആരോഗ്യ വകുപ്പിലെ സത്യേട്ടൻ്റെ കൂടെ പഠിച്ചതാണ്. അതെ, വിളിക്കാൻ പറ്റേ? എന്താ ഭയങ്കര തിരക്കുള്ള ആൾക്കാരല്ല, ഇല്ല കുഴപ്പമില്ല, എന്റെ ഫോൺ കണ്ട് അപ്പം എടുക്കും. അല്ല വേണ്ടേ, എന്തിപ്പോ ഈ കാര്യങ്ങൾ ഇന്നോട് ചോദിച്ചാ പോലെ ഞാൻ പറഞ്ഞല്ലേ, അതിപ്പോ പ്രശ്നമല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് ചെറിയ കാര്യങ്ങളുള്ളേ. ടോൾ ഫ്രീ നമ്പർ വെച്ചിട്ടില്ല, അതിപ്പോ എപ്പോഴേലും വെക്കാനോ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, കണ്ടിന്യൂസ് വാല്യുവേഷൻ. അതല്ല സാറേ, ഇതിപ്പോ പെട്ടെന്ന് ഇത് പൂട്ടണം എന്ന് പറയുമ്പോഴേ. അല്ല, അതിപ്പോ അതാണ് നിയമം. ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇവർക്ക് ഹെൽത്ത് കാർഡ് വേണം പറഞ്ഞപ്പോ ഞാൻ അതിനെ അപേക്ഷിച്ചു. അവിടെ കൈക്കൂലി കൊടുത്തിട്ടാണ് എവിടെ സാധനം എടുത്ത് ഈ സാധനം കിട്ടിയത്. 1500 രൂപ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കിണറിൽ വെള്ളം പരിശോധിക്കണം പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി. അവിടെ ഞാൻ പൈസ കൊടുത്തു. ഇപ്പൊ ഇവിടെ പ്രശ്നം സാറ് പറഞ്ഞിട്ടുള്ള മറ്റേ ഈ എന്താ കണ്ടിന്യൂസ് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ടോൾ ഫ്രീ നമ്പർ, ഇത് രണ്ടോടൊപ്പം ഇല്ലാത്തത്. അപ്പൊ അതിന്റെ പേരിലല്ലേ ഇത് പൂട്ടണത്. അപ്പോ അതില്ലാതെ ഇത് നടത്താൻ സാറിന് എത്രയാ തരേണ്ടത് എന്നുള്ളത് ഒന്നങ്ങോട്ട് വിളിച്ചു. അവിടെ വെക്കുക, പോണ അവിടെ വെക്കുക, വിളിക്കണ്ടേ? വേണ്ട, ആവശ്യമില്ല. നല്ല പഞ്ചാരൊക്കെ ഇട്ടിട്ട് നല്ല രണ്ട് ചവ. അതെ, ഒന്നും വേണ്ട. നിങ്ങളൊക്കെ ഇപ്പൊ നമ്മക്ക് അറിയണല്ലേ, ഇതിപ്പോ നാട്ടില് ഒക്കെ ഇങ്ങനെ വന്നൊരു സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരണ്ടാണ്. അപ്പൊ നടത്തിക്കോളി. ശരി എന്നാ, ശരി സാർ. കലക്കിട്ടോ, നമ്പർ അടിപൊളി ഇല്ലേ? ഇവരോടൊക്കെ ഇതേ മാർഗമുള്ളൂ. ബന്ധങ്ങളുള്ളവർ എന്തു കുന്തോ നടക്കും.